ഹലോ മകളെ, വെൽക്കം ബാക്ക് ടു ആർക്കിനെക്സ്. ഇറ്റ്സ് മീ വടകൻ. മകളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് അൽജിബ്ര അഥവാ സമാന്തര ശ്രേണിയും ബീജഗണിത രൂപവും എന്ന് പറയുന്ന ചാപ്റ്ററിലെ മുഴുവൻ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസും പഠിച്ച് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ അറിയുന്ന കുട്ടിയാണെങ്കിൽ ഒരു കാരണവശാലും ഈ വീഡിയോ ബാക്കി നിങ്ങൾ കാണണ്ട. ഇനി നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പ്രൂവ് ദാറ്റ് ബുദ്ധിമുട്ടാ എന്ന് പറയുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ആ ഫ്രണ്ട്സിലേക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. നല്ല അടിപൊളിയായിട്ട് ഉഡായിപ്പോട് കൂടി എങ്ങനെയാണ് ഈ ഒരു ചാപ്റ്ററിലെ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള 3 ക്വസ്റ്റ്യൻസ്, പേജ് നമ്പർ 63 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ, 5ാമത്തെ ക്വസ്റ്റ്യൻസ്, ഈ പറയുന്ന 3 ക്വസ്റ്റ്യനാണ് നമ്മൾ എന്താക്കാൻ പോകുന്നത്, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു, കളയാൻ നമ്മുടെ കയ്യിൽ സമയമില്ല. പ്രൂവ് ദാറ്റ് അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 1/3. ഫസ്റ്റ് ടേം 1/3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് കോമൺ ഡിഫറൻസ് 1/6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. എല്ലാ നാച്ചുറൽ നമ്പറും ഉണ്ടെന്ന് തെളിയിക്കാനാണ് പറഞ്ഞത്. ഇനി മലയാളം മീഡിയത്തിലേക്ക് വരുമ്പോൾ ആദ്യ പദം 1/3 പൊതുവ്യത്യാസം 1/6 സമാന്തര ശ്രേണിയിൽ എല്ലാ എണ്ണൽ സംഖ്യകളും ഉണ്ട് എന്ന് തെളിയിക്കുക. അപ്പൊ ബേസിക്കലി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ടെന്ന് നമ്മൾ നോക്കണം. അപ്പൊ നമ്മൾ അടുത്ത പേജ് എടുക്കുന്നു. ഞാൻ ജസ്റ്റ് പറയുന്നു, ഫസ്റ്റ് ടേം ആരാ? ആദ്യ പദം എന്ന് പറഞ്ഞാൽ ആരാ? 1/3 ആണ്. ഇനി എന്റെ മക്കള് പറഞ്ഞേ, കോമൺ ഡിഫറൻസ് ഡി എന്ന് പറഞ്ഞാൽ ആരാ? പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 1/6 ഈ 2 സാധനവും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളോട് തെളിയിക്കാൻ പറഞ്ഞത് എന്താണ്? ഇതിൽ എല്ലാ നാച്ചുറൽ നമ്പറും ഉണ്ട് എന്ന് തെളിയിക്കാനാ പറഞ്ഞത്. എടാ, നമ്മുടെ ചോദ്യം അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ, തെളിയിക്കാനുള്ള ചോദ്യമാണെങ്കിൽ നിങ്ങൾ ഒന്നിനെ കുറിച്ചും ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ അൽജിബ്രിക് ഫോം അഥവാ ബീജഗണിത രൂപം നിങ്ങൾ കണ്ടുപിടിക്കുക. എങ്ങനെയാ കണ്ടുപിടിക്കുക? നമുക്കറിയാലോ. എങ്ങനെയായിരുന്നു ബീജഗണിത രൂപം കണ്ടുപിടിക്കുക? xn ഈസ് ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി. അങ്ങനെയാണെങ്കിൽ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. xn ഈസ് ഈക്വൽ ടു ഡി എന്ന് പറഞ്ഞാൽ ആരാടാ? ആരാ അവിടുത്തെ ഡി എന്ന് പറയുന്നത്? ഡി എന്ന് പറഞ്ഞാൽ 1/6 ഇൻറ്റു n പ്ലസ് എഫ് ആരാടാ? ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 1/3 മൈനസ് 1/6. കോമൺ ഡിഫറൻസ് 1/6 ആണ്. അങ്ങനെയാണെങ്കിൽ എന്റെ മക്കൾ പറഞ്ഞു തന്നെ, xn ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 1 ഇൻറ്റു n എന്ന് പറഞ്ഞാൽ n/6 പ്ലസ് ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. 1 ഇൻറ്റു 6 6 മൈനസ് 1 ഇൻറ്റു 3 3 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 6 3 ഇൻറ്റു 6 18. അങ്ങനെയാണെങ്കിൽ എന്റെ മക്കൾ പറഞ്ഞു തന്നെ, ദാറ്റ് ഈസ് xn ഈസ് ഈക്വൽ ടു പറഞ്ഞ് n/6 പ്ലസ് 6 മൈനസ് 3 എത്രയാണോ? 6 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 3. 6 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 3/18. ഓക്കെ അല്ലേ? ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഇവിടെ 3യിൽ എത്ര 3 ഉണ്ട്? 3യിൽ ഒരു 3. 18ൽ എത്ര 3 ഉണ്ട്? 6. അപ്പൊ ഇതെന്തായി മാറി? xn ഈസ് ഈക്വൽ ടു n/6 പ്ലസ് 1/6. ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമുക്ക് അൽജിബ്രിക് ഫോം എങ്ങനെ എഴുതാം? xn ഈസ് ഈക്വൽ ടു n പ്ലസ് 1/6 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് അൽജിബ്രിക് ഫോം കിട്ടി. കുഴപ്പമുണ്ടോ? ഇത്രയും ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം, കാരണം അൽജിബ്രിക് ഫോം ഇങ്ങനെ കണ്ടുപിടിക്കല് നമ്മൾ പഠിച്ചതാണ്. ഇനി എന്റെ മക്കൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? അൽജിബ്രിക് ഫോം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ എന്നിന് പകരം, ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ, നിങ്ങൾ ഇവിടെ എന്നിന് പകരം എന്ത് കൊടുത്താലാണ് നിങ്ങൾക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് നോക്കുക. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ എല്ലാ നാച്ചുറൽ നമ്പറും ഉണ്ട് എന്നാണ്. സോ നമ്മൾ ഇതിന്റെ അടിയിൽ എഴുതുന്നു xn ഈസ് ഈക്വൽ ടു 1 കിട്ടണം. എപ്പോഴാണ് ആ 1 കിട്ടുക? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഈ ഇക്വേഷനിൽ എന്നിന് പകരം നിങ്ങൾ എന്ത് കൊടുത്താലാ 1 കിട്ടുക? നിങ്ങൾ എന്നിന് പകരം 1 കൊടുത്തു നോക്കി, എന്ത് സംഭവിക്കും? 1 പ്ലസ് 1 എന്ന് പറയാം. n+1 എന്ന് പറയുമ്പോൾ എന്നിന് പകരം 1 കൊടുത്താൽ 1 + 1 2 ആണ്. 2/6 എന്ന് പറഞ്ഞാൽ എത്രയാ? 2/6 എന്ന് പറഞ്ഞാൽ 1 ആണോ? അല്ല. 2/6 എന്ന് പറഞ്ഞാൽ 1 ആണോ? അല്ല.
അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ എന്നിന് പകരം അങ്ങനെ ഓരോ നമ്പർ ജസ്റ്റ് ലോജിക്ക് വെച്ച് നിങ്ങൾ ഡയറക്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ n+1 എന്ത് കൊടുത്താലാണ് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ മോള് 6 വരണം. അപ്പൊ എന്നിന് നമ്മൾ എന്താ കൊടുക്കേണ്ടത്? സിമ്പിൾ ആണ്, 5 ആണ് അല്ലെ. 5+1 കൊടുക്കുമ്പോൾ 6 ആയി. 6/6 എന്ന് പറഞ്ഞാൽ എന്തായി? 1 കിട്ടി. ദാറ്റ് ഈസ് ഇവിടെ എന്നിന് പകരം നമ്മൾ 5 കൊടുക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. എന്നിന് പകരം 5 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. ഇനി നമുക്ക് 2 കിട്ടണം, 3 കിട്ടണം, 4 കിട്ടണം, എക്സെട്ര എന്ന് പറഞ്ഞ് കിട്ടണം. അപ്പൊ അതിനൊക്കെ പകരം ഏത് നമ്പറാ കൊടുക്കേണ്ടത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കാന്നറിയോ? നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞ നമ്പർ ഏതാ നോക്കാം. ഏത് നമ്പറിനോടാണ് ഡിവൈഡ് ചെയ്ത്? 6 കൊണ്ടല്ലേ. ആ 6 നിങ്ങൾ 5നോട് കൂട്ടിയേ. 6 5നോട് കൂട്ടിയ എത്ര കിട്ടി? 11. നിങ്ങൾ ഇക്വേഷനിൽ 11 കൊടുത്തേ. 11+1 12 12/6 എത്ര? 12/6 2 ആണ്. അടുത്തത് 11നോട് ഞാൻ വീണ്ടും 6 കൂട്ടിയ 17 ആണ്. നിങ്ങൾ നോക്കിയേ, 17+1 18 ആണ്. 18/6 എന്ന് പറഞ്ഞാൽ 3 ആണ്. അടുത്തത് 23 കൊടുത്ത് നോക്കിയേ, 23+1 24 ആണ്. 24/6 എന്ന് പറഞ്ഞാൽ 4 ആണ്. കണ്ടോ? അപ്പൊ നമുക്ക് ബേസിക്കലി എന്ത് ആൻസർ കിട്ടി? ഈ പറയുന്ന എന്നിന്റെ വാല്യൂ 5, 11, 17, 23, 29, എക്സെട്ര എന്ന് പറഞ്ഞു പോകുന്ന സീക്വൻസ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്ന് പറയുന്ന എല്ലാ നാച്ചുറൽ നമ്പറും ഈ പറയുന്ന സീക്വൻസിൽ എന്താവും? ഉണ്ടാവും. ഇതാണ് നമ്മളോട് തെളിയിക്കാൻ പറഞ്ഞത്. സോ ഇത്ര എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ജസ്റ്റ് ലാസ്റ്റിൽ എന്ത് എഴുതി വെക്കാം? ഹെൻസ് പ്രൂവ്ഡ്. ഇതിന്റെ കാരണം വേണമെങ്കിൽ എഴുതി വെക്കാം, വലിയ നിർബന്ധമൊന്നുമില്ല. എന്നാലും ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ടീച്ചേഴ്സിന് മനസ്സിലാവും ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന്. യെസ്, വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുമ്പോൾ പേജ് നമ്പർ 63 ക്വസ്റ്റ്യൻ നമ്പർ 4. യെസ്, എന്താണ് ഈ ക്വസ്റ്റ്യൻ? പ്രൂവ് ദാറ്റ് അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 1/3 ആൻഡ് ദ കോമൺ ഡിഫറൻസ് 2/3. ഓക്കെ അല്ലേ? ഈ ഒരു സാധനത്തിൽ ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ഓഡ് നമ്പർ. എല്ലാ ഓഡ് നമ്പറും ഉണ്ട്, ബട്ട് നോ ഈവൻ നമ്പർ. ഒറ്റ ഈവൻ നമ്പറും ഇല്ല എന്നാണ് തെളിയിക്കേണ്ടത്. സോ ബേസിക്കലി മക്കളെ, ഞാൻ പറഞ്ഞു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ പാഠം, നിങ്ങൾ ഫസ്റ്റ് ടേം എടുത്ത് ചെയ്താൽ ആരാ ഇവിടുത്തെ ഫസ്റ്റ് ടേം? ഫസ്റ്റ് ടേം 1/3 ആണ്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 2/3 ആണ്. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അൽജിബ്രിക് ഫോം കണ്ടുപിടിക്കണം. എങ്ങനെയാ അൽജിബ്രിക് ഫോം കണ്ടുപിടിക്കുക? xn ഈസ് ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? നേരെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. xn ഈസ് ഈക്വൽ ടു 2/3n പ്ലസ് f എന്ന് പറഞ്ഞാൽ 1/3 മൈനസ് 2/3. അപ്പൊ എന്ത് വരും? xn ഈസ് ഈക്വൽ ടു 2n/3 പ്ലസ് 1/3 2/3 കുറച്ചാൽ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ഡിനോമിനേറ്റർ 3 അടിയിൽ കോമൺ ആണ്. അപ്പൊ കോമൺ ആയിട്ട് ഇട്ടാൽ മതി. 1 എന്നും 2 കുറച്ചാൽ -1 എന്ന് കിട്ടും. സോ ബേസിക്കലി വീണ്ടും ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ നമുക്ക് എന്താക്കി എഴുതാം? xn ഈസ് ഈക്വൽ ടു 2n-1 ഹോൾ ഡിവൈഡഡ് ബൈ 3. ഇവിടെ ഒരു പ്ലസും മൈനസും വന്നപ്പം അത് മൈനസ് ആയിട്ട് എഴുതി. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് അത് കോമൺ ആയിട്ട് അടിയിൽ 3 എന്നും ഇട്ടു. സെറ്റ് അല്ലേ? സോ xn ഈസ് ഈക്വൽ ടു 2n-3 എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മളോട് ചോദിക്കുന്നത് ഇതിലെല്ലാ ഓഡ് നമ്പറും ഉണ്ട്, ഇത് തെളിയിക്കണം. എന്താണ് ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ? xn ഈസ് ഈക്വൽ ടു 2n-1/3 എന്നുള്ളതിൽ n നിങ്ങൾ എന്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഓഡ് നമ്പർ കിട്ടുക? ഏതൊക്കെയാണ് ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ? 1 ഉം 3 ഉണ്ട്, 5 ഉണ്ട്, എക്സെട്ര. എന്നിന് അവിടെ എന്ത് കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് 1 കിട്ടുക? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടുക. എപ്പോഴാണ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ? മോളിൽ 3 വരണം അല്ലെ? ഈ മോളിൽ 3 വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്നിന് പകരം എന്ത് വരണം? നിങ്ങളൊന്ന് ആലോചിക്കുക. 2 വന്ന് നോക്കിയാൽ എന്ത് സംഭവിക്കും? 2 × 2 4 ആണ്. 4 - 1 എന്ന് പറഞ്ഞാൽ 3. അപ്പൊ എന്നിന് പകരം എന്ത് വരണം? 2 വരണം. 2 വന്നാൽ എന്തായി? 1 കിട്ടി. എന്നിന് പകരം 2 എന്ന് പറഞ്ഞാൽ 2 × 2 4 ആണ്. 4 - 1 എന്ന് പറഞ്ഞാൽ 3/3. 3/3 എന്ന് പറഞ്ഞാൽ എന്താണ്? 3/3 ഈസ് ഈക്വൽ ടു എന്താണടാ? ഇറ്റ് ഈസ് സിമ്പിൾ. നമുക്ക് 2 എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ ഡിനോമിനേറ്റർ ആയിട്ടുള്ള 3 ആഡ് ചെയ്താൽ മതി. 2നോട് 3 ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. എന്നാ പറയും 5 × 2 2 × 5 10 അല്ലെ? 10 - 1 10 - 1 എന്ന് പറയുമ്പോൾ 9 9/3 9/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ് ആൻസർ. അടുത്ത 5നോട് നിങ്ങൾ 3 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 8 കിട്ടും. 8 എന്ന് പറയുമ്പോൾ നോക്കിയേ 2 × 8 - 1 2 × 8 എന്ന് പറഞ്ഞാൽ 16 - 1 ദാറ്റ് ഈസ് 16 - 1 എന്ന് പറഞ്ഞാൽ 15/3 15/3 എന്ന് പറഞ്ഞാൽ 5 ആണ്. അതായത് ഒന്നുമില്ല,
2,5,8 എന്ന് പറയുന്ന സീക്വൻസ് നിങ്ങൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ഓഡ് നമ്പറും കിട്ടുന്നുണ്ട്. 1, 3, 5, 7, 9 അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. സോ നിങ്ങൾ ഇത്ര എഴുതി വെച്ചാൽ നിങ്ങൾ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കണ്ട. എന്നിന് പകരം 2, 5, 8, 11 എക്സെട്ര എന്ന് പറയുന്ന ഈ ഒരു സീക്വൻസ് കൊടുക്കുമ്പോൾ 1, 3, 5 എന്ന് പറയുന്ന എല്ലാ ഓഡ് നമ്പേഴ്സ് അവിടെ വരുന്നുണ്ട്. അതിന് നിങ്ങൾ പാരഗ്രാഫ് ആയിട്ട് എഴുതി വെച്ചാൽ നല്ലതാണ്, ബട്ട് അതിനേക്കാൾ എത്രയോ നല്ല മീനിങ് ആണ് ഈ ഒരു സംഭവം ഇങ്ങനെ എഴുതി വെക്കുന്നത്. നെക്സ്റ്റ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒറ്റ ഈവൻ നമ്പറും വരുന്നില്ല എന്നുള്ളതാണ്. അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംബന്ധിച്ച് ഈ 2n-1 എന്ന് പറയുന്ന ഈ ഒരു സാധനമല്ലേ, അതൊരിക്കലും എന്താവില്ല. 2n-1 എന്ന് പറയുന്നത് ഇറ്റ് നെവർ ബിക്കംസ് ഈവൻ. അത് ഒരിക്കലും ഈവൻ നമ്പർ ആവാൻ പോകുന്നില്ല. അത് ഈവൻ നമ്പർ ആവാത്തിടത്തോളം കാലം എന്താവില്ല, ഈവൻ നമ്പർ ഇതിൽ ഉണ്ടാവാൻ പോകുന്നില്ല. നിങ്ങൾ നോക്കിയേ, ഒരു നമ്പറിന്റെ ഡബിൾ എടുത്തിട്ട് അതിൽ 1 കുറയ്ക്കുക, 2ന്റെ ഡബിൾ എടുത്താൽ 4, 4 1 കുറച്ചാൽ 3, 3/3 എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ശരിക്കും ഈവൻ നമ്പേഴ്സ് വരണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫോർ എൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 6/3 എന്ന് പറഞ്ഞാൽ 2 ഈവൻ നമ്പർ. അതിന് മുകളിൽ എന്ത് വരണം, ഈവൻ നമ്പേഴ്സ് വരണം. ഇനിയിപ്പോ 12/3 എന്ന് പറഞ്ഞാൽ എന്താണ്, അത് 4. ഇതിൽ മുകളിൽ വരുന്ന നമ്പർ, അതായത് 2n-1 എന്ന് പറയുന്ന നമ്പർ ഒരു ഈവൻ നമ്പറായി വന്നാൽ മാത്രമേ എന്താവുള്ളൂ, നമുക്ക് എല്ലാ ഈവൻ നമ്പേഴ്സും ഇതിലുണ്ടാവുള്ളൂ. സോ ബേസിക്കലി മുകളിൽ ഒറ്റൊന്നും ഈവൻ ആവില്ല. ഒറ്റൊന്നും ഈവൻ ആയില്ലെങ്കിൽ അതിൽ ഒറ്റ ഈവൻ നമ്പർ ഉണ്ടാവില്ല. സോ നിങ്ങൾ ഇത് ജസ്റ്റ് ഇങ്ങനെ എഴുതി വെച്ചാൽ മതി, 2n-1 ഈസ് നെവർ ആൻ ഈവൻ നമ്പർ എന്ന് എഴുതി വെച്ചാൽ മതി. ഓക്കെ അല്ലേ? സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തരും, എന്നിട്ട് അതിന്റെ സ്ക്വയർ ഈ പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസിൽ ഉണ്ട് എന്ന് തെളിയിക്കണം. ഒന്നുമില്ല, നിങ്ങൾ എന്താക്കുക, ജസ്റ്റ് അരിത്തമെറ്റിക് സീക്വൻസ് കൊണ്ട് എടുത്ത് 4, 7, 10, എക്സെട്ര. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണോ, പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണോ, നിങ്ങൾ അൽജിബ്രിക് ഫോം കണ്ടുപിടിക്കണം. അൽജിബ്രിക് ഫോം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, xn = dn + f - d. xn = d എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 3 ആണ്. 3n + f എന്ന് പറഞ്ഞാൽ 4 ആണ്, -d എന്ന് പറഞ്ഞാൽ 3 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് xn = എന്ത് കിട്ടും മക്കളെ, 3n + 4ൽ നിന്നും 3 കുറച്ചാൽ 1 ആണ്. നമുക്ക് അൽജിബ്രിക് ഫോം കിട്ടി. ഇനി സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കടക്കാൻ പോവാണ്. മറ്റൊന്നുമല്ല, 3n + 1 എന്ന് പറയുന്നതിന്റെ സ്ക്വയർ എടുക്കണം. ആ സ്ക്വയർ എടുക്കുന്ന സമയത്ത് ഇതേ ഫോർമാറ്റിലാണെന്ന് നിങ്ങൾ തെളിയിച്ചാൽ മതി. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പല ആവർത്തി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ വർഷം ഓണം എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടുത്തെ സീക്വൻസ് മാത്രമേ മാറാൻ പോകുന്നുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ, നിങ്ങൾ ആ പറയുന്ന അൽജിബ്രിക് ഫോം കണ്ടുപിടിക്കുക, ആ അൽജിബ്രിക് ഫോമിന് സ്ക്വയർ എടുക്കുക. ബേസിക്കലി സ്ക്വയർ എടുക്കുമ്പോൾ ഈ സാധനം നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്, 8ാം ക്ലാസ്സിൽ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്. a + b all square is equal to a² + 2ab + b². ഈ ഇക്വേഷന്റെ മോഡലിലാണ് ഈ ഒരു സംഭവം കിടക്കുന്നത്. നിങ്ങൾ നോക്കിയേ, ഇവിടെ 3n എന്ന് പറഞ്ഞാൽ a, ഇവിടെ 1 എന്ന് പറഞ്ഞാൽ b. അപ്പൊ a + b all square എന്താവും, a + b all square എന്ന് പറഞ്ഞാൽ a² + 2ab + b². അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ പറഞ്ഞു തന്നെ, ഇവിടുത്തെ a² എന്ന് പറഞ്ഞത് ആരാണ്, 3n² + 2 × 3n × 1 + b² ആരാ, 1². ഈ 2 × 3n + 1 പറഞ്ഞാൽ 2 × a × b. ഇവിടെ a ഇതാണ്, b ഇതാണ്. ഓക്കെ അല്ലേ? സോ എൻ്റെ മക്കൾ ഇവിടെ ശ്രദ്ധിച്ചൊന്ന് എക്സ്പാൻഡ് ചെയ്ത്, 3ന്റെ സ്ക്വയർ 9 ആണ്, n-ന്റെ സ്ക്വയർ n² ആണ്, പ്ലസ് 2 × 3n എന്ന് പറഞ്ഞാൽ 6n × 1 6n ആണ്, പ്ലസ് 1ന്റെ സ്ക്വയർ 1 ആണ്. കുഴപ്പമില്ലല്ലോ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഈ ഒരു ഇക്വേഷനെ ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റണം, ഇതേപോലെ ആക്കണം. ഇതേപോലെ ആക്കണമെങ്കിൽ പുറത്ത് 3 വരണം, ഇവിടെ 1 + 1 വരണം, നടുവിൽ ഒരു n-ഉം വരണം. ആ n-ന് പകരം വേറെ ഏതെങ്കിലും ഒരു നമ്പർ ആയാലും കുഴപ്പമില്ല. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിച്ചു നോക്കുക, 3നെ നമ്മൾ ഈ ഇക്വേഷനും കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ പോവാണ്. 9n² 3നെ പുറത്തേക്ക് എടുത്താൽ ബാക്കി ഉണ്ടാവുക 3n² ആണ്, പ്ലസ് 6n 3നെ പുറത്തേക്ക് എടുത്താൽ ബാക്കി 2n ആണ് ഉണ്ടാവുക. അപ്പൊ ചില കുട്ടിക്ക് ബാക്കി +1 അവിടെ തന്നെ ഉണ്ട് കേട്ടോ, അതിൽ നമ്മളൊന്നും പുറത്തേക്ക് എടുക്കുന്നില്ല. ഈ ഒരു സംഭവം ചെയ്യുമ്പോൾ ചില കുട്ടിക്ക് ഡൗട്ട് ഉണ്ടാവും, സാറ് 9n² 3 പുറത്തേക്ക് എടുത്താൽ ബാക്കി 6n² ഉണ്ടാവില്ലേ എന്ന്. ഇല്ല, നമ്മളവിടെ ഡിവൈഡ് ചെയ്യുന്നത്, കുറയ്ക്കല്ല കേട്ടോ ചെയ്യുന്നത്. ഇതാ നോക്കി, 3 × 3n² എന്ന് പറഞ്ഞാൽ 9n². കണ്ടോ, 3 × 2n എന്ന് പറയുമ്പോൾ 6n. അവിടെ കുറയ്ക്കല്ല ചെയ്യേണ്ടത്, ഡിവൈഡ് ചെയ്തിട്ടാണ് നിങ്ങൾ ആ നമ്പർ സെറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, ഈ പറയുന്ന 3 അങ്ങനെ തന്നെ കിടക്കട്ടെ. ഈ പറയുന്ന 3n² + 2n പകരം നമ്മൾ x എന്ന് ഇടുന്നു,
പ്ലസ് വൺ അങ്ങനെ തന്നെ ഉണ്ട്. ഈ ഒരു സാധനം, ഈ ഒരു പച്ച കളറിൽ എഴുതിയിട്ടുള്ള ഈ ഒരു സാധനം എവിടെയോ കണ്ടുപരിചയമുണ്ടോ? ശ്രദ്ധിച്ചു നോക്കിയേ, ഈ ഫോർമാറ്റ് തന്നെയല്ലേ ഈ ഫോർമാറ്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ദിസ് സീക്വൻസ് കണ്ടെയ്ൻസ് ഓൾ ദി സ്ക്വയേഴ്സ് എന്ന് എഴുതി. അതായത് എല്ലാത്തിന്റെയും വർഗ്ഗങ്ങൾ ഈ സീക്വൻസിൽ ഉണ്ട് എന്നുള്ളത്. കാരണം ഇതിന് രണ്ടിന്റെയും ഫോർമാറ്റ് സെയിമാണ്. ഇത് 2n+1 ആണ്, എന്നിന് പകരം എക്സ് വന്നതേ ഉള്ളൂ, നമ്പർ ഓഫ് ടേം ചേഞ്ച് ആയതേ ഉള്ളൂ, അതിന്റെ മോഡലിലോ അതിന്റെ രൂപത്തിലോ ഒരു മാറ്റവുമില്ല. സോ ഇതോടുകൂടി നമ്മൾ നല്ല അടിപൊളിയായിട്ട് 3 പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് സെറ്റ് ആക്കി എടുത്തത്. സോ ഇതുപോലത്തെ വീഡിയോസിനായിട്ടും ഇതുപോലത്തെ ക്ലാസ്സുകൾക്കായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. ഇറ്റ്സ് മീ സെനിൻ വാടകൻ സൈനിങ് ഓഫ് ഫ്രം ആർകെനെക്സ്. ബൈ, സീ യു ലേറ്റർ.